ഈ ഡ്രൈവറെ മെഡിക്കൽ പരിശോധന ഈ ബസ് ഓടിച്ച ഡ്രൈവറെ തന്നെ മുതലുള്ള സാറേ മാറ്റിയിട്ട് ആളെ പരിശോധിച്ചിട്ടുണ്ടോ അതാണ് സാറിന് പറയാൻ പറ്റും. മെഡിക്കൽ അത് നോട്ടത്തിൽ അറിയാമെന്നോ അങ്ങനെ അറിയാൻ പറ്റുന്നില്ല സാറേ. അങ്ങനൊന്നും പറയല്ലേ സാറേ, അങ്ങനൊന്നും പറയല്ലേ. അതെന്തോ പറയുന്നത്? അങ്ങനെ ആണെങ്കിൽ റോഡിൽ നിന്ന് നിങ്ങൾ പിന്നെ മെഷീൻ എയർ കയറ്റി എന്ന് പറയില്ലേ, എയർ കയറ്റി ഭയങ്കര സൗണ്ട് ഉണ്ടാവും വണ്ടിക്ക്, അതറിയാമോ? മനസ്സിലായോ? സൗണ്ട് ഉണ്ടാവും. ഒരാളോടുണ്ടെങ്കിൽ എന്നിട്ട് മാറും. ഇയാൾ മനഃപൂർവ്വം കൊലപാതകം ഇയാൾ മറച്ചു വെച്ചേക്കുവാ. എന്നിട്ട് ഇയാൾ പറയും 25 ദിവസം പഠിച്ചാൽ ഞങ്ങൾ ചോദിച്ചാൽ മറുപടി അത് ഇയാൾ പറയുന്നത്. മര്യാദ കാണിക്കല്ലോ കേട്ടോ, നിങ്ങൾ തെമ്മാടിത്തരം പറയരുത്. ഇയാളെന്തോ പറയുന്നത്, ഇയാളെന്തോ പറയുന്നത്, വണ്ടി ഓടിക്കുന്നത് ഞങ്ങളെന്തോ പറഞ്ഞേ. ഇന്നലെ രാത്രി മനഃപൂർവ്വം ഒരുത്തനെ വണ്ടി ഇടിച്ചു വന്നൂടെ? വണ്ടി ഇടിച്ചു വന്നു. ആ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കി എല്ലാം തയ്യാറാക്കി പോയി. അതുകൊണ്ട് നിങ്ങൾ ആ തൊന്മാടത്തരം കാണിച്ചിട്ട് വണ്ടി ഓടിച്ച ആൾക്ക് പിന്നെ ജാമ്യം എടുത്തോ? അയാളെ ഇല്ല, ജാമ്യം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അറിയിച്ചായിരുന്നു രാത്രി, പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചില്ല, രാത്രി അറിയിച്ചില്ല. ഈ വാർഡ് മെമ്പർ അറിയിച്ചായിരുന്നു, വാർഡ് മെമ്പർ അറിയിച്ചില്ല. ഈ രാത്രി സെക്യൂരിറ്റി പിൻവലിക്കാൻ ആരുടെ തീരുമാനമാണ്? അല്ല, ഞങ്ങൾക്ക് പഞ്ചായത്ത് അറിയിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ കൺട്രോൾ റൂമിൽ അറിയിച്ചു. ദൃശ്യമാധ്യമങ്ങൾക്ക് അറിയത്തില്ല, പോലീസിന് അറിയത്തില്ല, KSRTC ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ല, ഒരു പാവപ്പെട്ട ഒരു മേൽവിലാസം ഇല്ലാത്ത ഒരാളാണ്. ഗതാഗത വകുപ്പ് മന്ത്രി സത്യം പറഞ്ഞ് പ്രതി ചേർക്കണ്ട, ഈ കേസിൽ പ്രതി ചേർക്കണ്ട ആളൊക്കെ പുള്ളി ഈ സ്റ്റാൻഡ് കൊണ്ടുവന്ന നാളും മുതൽ പുള്ളികളുണ്ട്. ബസ് ഓടിക്കുന്ന മര്യാദക്കാർ കാണും, പക്ഷെ കൂടുതൽ അവന്മാരും വൃത്തികെട്ടവന്മാരാ. അവർക്ക് തോന്നിയതുപോലെ വണ്ടി കൊണ്ട് ഓടിക്കുന്നത്. രാത്രി വണ്ടി ഓടാത്ത സ്റ്റാൻഡ് ഞാൻ ആത്മഹത്യ വരുന്നത്. ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ള ഗുരുതരമായ ഒരു വീഴ്ച കൊണ്ടാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇന്നലെ രാത്രി ദാരുണമായി ഈ പത്തനാറ് KSRTC സ്റ്റാൻഡിൽ മരിക്കാനിടയായത്. ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർമാരൊക്കെയാണ്. പത്തനാപുരം ടൗൺ എന്ന് പറഞ്ഞാൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നാളാണ്. അയാളുടെ വീട്ടിൽ 100 മീറ്റർ ഇപ്പോഴത്തെ KSRTC സ്റ്റാൻഡ് 10-21 വർഷം മുമ്പ് സ്ഥാപിതമായ സ്റ്റാൻഡാണ്. സ്റ്റാൻഡിൽ ഇതുവരെയും പിന്നെ ഈ ബസ് എത്ര ഉണ്ടോ അതിന് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. നിങ്ങൾ ഈ റോഡിൽ തന്നെ കൊണ്ടിട്ടേക്കുന്നത് എന്ത് ഗതാഗത കുരുക്കുന്ന രാത്രി പോകുമ്പോൾ രാത്രി പോകുമ്പോൾ ഗതാഗത കുരുക്ക. പിന്നെ വണ്ടി പിൻവലിക്കാൻ തട്ടാക്കുട്ടിയാണ് സാറേ പറയുന്നത്. വണ്ടി പിൻവലിക്കാൻ സാറിന്റെ ഇതല്ല, ഇത് നാട്ടുകാര് കരമടച്ച് പണം മുടക്കി സാറിന്റെ ഇഷ്ടത്തിന് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്. KSRTCയുടെ ഗുരുതരമായ വീഴ്ച കൊണ്ട് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ള ഗുരുതരമായ ഒരു വീഴ്ച കൊണ്ടാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇന്നലെ രാത്രി ദാരുണമായി ഈ പത്തനാറ് KSRTC സ്റ്റാൻഡിൽ മരിക്കാനിടയായത്. ദാരുണമായി. ഇത് നിങ്ങൾ വളരെ ഈസി ആയിട്ടാണ് ഇതിനെ കാണുന്നത്, വളരെ ഈസി ആയിട്ടാണ്. നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ അത് നിങ്ങൾ ഇൻഫോർമൽ ആയിട്ട് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ ഇപ്പൊ ഉപരോധം തുടങ്ങിയിരിക്കുക, നിങ്ങൾ ഉപരോധിക്കാം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, രാത്രി അല്ല അങ്ങനല്ല. ഈ പത്തനാപുരം ടൗണിലെ KSRTC സ്റ്റാൻഡിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരു 9:30 മണി കഴിഞ്ഞാൽ 8-9 മണി കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ വണ്ടി വരത്തില്ല. പിന്നെ വണ്ടി പോകുന്നത് മൊത്തവും പിന്നെ മൂവാറ്റുപുഴ റോഡിൽ കൂടെയും അല്ലെങ്കിൽ ഇങ്ങോട്ട് വണ്ടി പോകുന്നത് KSRTC കയറത്തില്ല. 11:45 ഇവിടുന്ന് ഒരു ബസ് എടുത്തു, അതിന് മുന്നിൽ ഒരാൾ വന്ന് വീണു, അപ്പോൾ തലയിൽ കയറിയത് മരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കപ്പോ സർവീസ് ഇല്ല. അതന്നെ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെ സാർ അങ്ങനെയല്ലോ ആദ്യം പറഞ്ഞു. എന്താണ് സംഭവിച്ചെന്നുള്ളത് ഈ പറഞ്ഞ പോലെ രാത്രി വണ്ടി ഓടാത്ത സ്റ്റാൻഡ് ഞാൻ ആത്മഹത്യ വരുന്നത് ഏറ്റവും വലിയ രാത്രി സെക്യൂരിറ്റി മാത്രമല്ല, ഇവിടെ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാർ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത് പോലും പ്രോപ്പറായിട്ടുള്ള മാനറിലല്ല, തോന്നിയതുപോലെ കൊണ്ടിടുന്നത്. ഈ വണ്ടി കൊണ്ട് വളഞ്ഞു കയറുന്നിടത്ത് ഈ ബസ് ഓടിക്കുന്ന മര്യാദക്കാർ കാണും, പക്ഷെ കൂടുതൽ അവന്മാരും വൃത്തികെട്ടവന്മാരാ. അവർക്ക് തോന്നിയതുപോലെ വണ്ടി കൊണ്ട് ഓടിക്കുന്നത്. ആ ഓട്ടോ സ്റ്റാൻഡ് കൊണ്ട് വരുന്നിടത്ത് ഇവന്മാർ 8 മണി വണ്ടി ഒതുക്കുന്നത് ആ ഒരു വെപ്രാളത്തില്ലേ കൊണ്ട് ആ റോഡ് സൈഡിൽ കൊണ്ട് ഇട്ടിടന്ന് പോകും. രാത്രി ഇപ്പം സിനിമ കാണാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരും, ടൗണിൽ വരും. ടൗണിൽ ഇപ്പോൾ രാത്രിയിലെ ആളുകൾ കൂടുതലുണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നുണ്ട്, ആശുപത്രികൾ 4 ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പുല്ലൂരോ അല്ലെങ്കിൽ കൊട്ടാര താലൂക്ക് ആശുപത്രി ആളുകൾ പോകുന്നത്. രാത്രി ഒരു വണ്ടി എടുത്ത് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ KSRTC റോഡിൽ കൊണ്ടിട്ട് പൊതുഗതാഗതം തടസ്സപ്പെടുന്ന രീതിയാണ് കാണുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥലം കിടപ്പുണ്ട്, നിങ്ങൾക്ക് അവിടെ വണ്ടി കൊണ്ടിടാം. നിങ്ങൾ എളുപ്പം നോക്കിയാൽ ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ടിടുന്നത് വീതിയുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. കല്ലുകടവിൽ സാർ അവിടെ മൊത്തം പ്രൈവറ്റ് ആ റോഡ് സൈഡിൽ പ്രൈവറ്റ് ബസ് സൈഡിൽ എല്ലായിടത്തും കല്ലുകട വരെയും പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ചൊരു KSRTC ഡോറ്
ഒരു ബൈക്ക് ഡോർ അടയ്ക്കാതെ പോയി. ഇത് മന്ത്രിയല്ലോ അന്വേഷിക്കുകയെല്ലാം ചെയ്തു. മന്ത്രി അന്വേഷിക്കുകയല്ലോ അറിയിച്ചല്ലോ അല്ല പുള്ളി വന്ന് നോക്കിയോ ഇതിന്റെ കാര്യങ്ങളൊന്നും പോലീസ് മാസ്റ്റർ സീൻ മാസ്റ്റർ ചെയ്താൽ വന്നായിരുന്നു. രാത്രി തന്നെ വന്നു സീൻ മാസ്റ്റർ വളരെ ഭാഷ പുറത്തു വിടാതിരിക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് വലിയ ഗുരുതരമായ ദൃശ്യമാധ്യമങ്ങളിൽ വന്നില്ല. നിങ്ങൾ KSRTC കുറച്ച് ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ പോലീസ് ഇടപെട്ട് ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും എന്ന് രാവിലെ ഗതാഗത വകുപ്പ് മന്ത്രി സത്യം പറഞ്ഞ് പ്രതി ചേർക്കണ്ട, ഈ കേസിൽ പ്രതി ചേർക്കണ്ട ആളൊക്കെ. അപ്പോൾ പുള്ളി ഈ സ്റ്റാൻഡ് കൊണ്ടുവന്ന നാളെ മുതൽ പുള്ളി ഇവിടെ ഉണ്ട്. എന്നിട്ട് പോലും പുള്ളി ഇതുവരെ ഈ നാട് ഗ്യാരേജ് പ്രവർത്തിക്കാതെ നടക്കുക. അവിടെ വണ്ടി കയറ്റിയിടാം പൊളിച്ചു കളഞ്ഞിട്ടാ ഗ്യാരേജ് പ്രവർത്തിക്കുന്ന എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഗ്യാരേജ് പ്രവർത്തിക്കുന്നില്ല. ആര് പറഞ്ഞു പ്രവർത്തിക്കുന്നില്ല? നിങ്ങൾ ഗ്യാരേജ് ഇവിടുന്നുള്ള മെഷീൻ എല്ലാം അവിടെ ഇളക്കിക്കൊണ്ട് പോയതപ്പോ അന്ന് 3 വർഷം മുമ്പ് ഈ ഗ്യാരേജ് എന്നുള്ളതെല്ലാം പറയിക്കൊണ്ട് പോയല്ലോ. നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? ആര് പറഞ്ഞു ലീസ് ഒന്ന് പുതുക്കണോ? ചേച്ചി പുതിയ ആളാ. പഴയ ഇവിടുന്ന് ഈ ലീസ് ഇതുവരെ പുതുക്കിട്ടില്ല. ഇതിന്റെ 1 രൂപ ലീസാ, 1 രൂപ ലീസ് ഇതുവരെ നിങ്ങൾ പഞ്ചായത്തിൽ ലീസ് പുതുക്കിട്ടില്ല. 16 വർഷമായിട്ട് പുതുക്കുന്നില്ല. അപ്പൊ അന്ന് നോട്ടീസ് കൊടുത്തപ്പം പറഞ്ഞു ഞങ്ങൾ ഗ്യാരേജ് പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ വേണമെന്ന് വെച്ച് എന്തോ വേസ്റ്റ് അല്ല. അന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഗ്യാരേജ് പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ ഈ KSRTC സ്റ്റാൻഡ് ഒഴിയാൻ പോകുന്നു. ഇവരെന്ത് പറഞ്ഞാൽ തട്ടാക്കുട്ടിയാ പറയുന്നത്. നിഷേധാത്മക നിലപാടുകൾ ഇവർക്കുള്ളൂ. നമ്മൾ കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പറയും ഞങ്ങളിത് അവസാനിപ്പിക്കാം. പിന്നെ ഇവരെ വീട്ടിൽ നിന്നുണ്ടോ ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ പാവപ്പെട്ട ആൾക്ക് യാത്രാ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുഗതാഗതം പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് ഉദ്യോഗസ്ഥന്മാർ വിചാരം ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുന്നത്. ഒരു പാവപ്പെട്ട ഒരു മരിച്ച പത്രാർത്ഥ ദൃശ്യമാധ്യമങ്ങൾക്ക് അറിയത്തില്ല, പോലീസിന് അറിയത്തില്ല, KSRTC ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ല. ഒരു പാവപ്പെട്ട ഒരു മേൽവിലാസം ഇല്ലാത്ത ഒരാളാണ്. നിങ്ങളുടെ ഏതായാലും ഒരു ജീവനക്കാരനെ പറ്റിയെങ്കിൽ നിങ്ങൾ ഇത് KSRTC സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുമായിരുന്നു. അപ്പൊ എന്തൊരു ഈസിയായിട്ട് രാത്രി തന്നെ മത്സര എഴുതി ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി ഇവിടുന്ന് മാറ്റി. സാധാരണ ഒരുത്തനെ ആരും അറിയാതെ സാധാരണ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ആര് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ടൗണിലുള്ള ആൾക്കാരെല്ലാം ഒരാളും ചെയ്തോ? ഈ സാറ് പറഞ്ഞല്ലോ ടൗണിലുള്ള എല്ലാവരും പറഞ്ഞു രാത്രി 11:45 എറണാകുളം ഓഫീസിൻ്റെ അവിടെ ഞങ്ങൾ 8-9-10 പേരുണ്ടായിരുന്നു. സാറ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ ഓട്ടോക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം ബന്ധപ്പെട്ട രാവിലെ ഈ സംഭവം കാണാൻ അങ്ങനൊന്നും പറയല്ലേ സാറേ? സാറിന്റെ വീട്ടിലും ആൾക്കാരൊക്കെ ഉള്ളതല്ലയോ? അങ്ങനെ തൊട്ട് മുന്നിലാണ് ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നത്. അപ്പൊ അത് വർക്കിംഗ് ആയിരുന്നെങ്കിൽ കറക്റ്റ് എന്താണെന്ന് മനസ്സിലായി. ശേഷം മാസം നേരിട്ട് പോയി മൊഴി കൊടുത്തയാ, വിളിച്ചു പറയുമല്ല, നേരിട്ട് പോയി മൊഴി കൊടുത്താണ് ഒപ്പ് ഇട്ടേക്കുക. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തേ കണ്ടോ? സന്തോഷ് കുമാർ അല്ലേ? സന്തോഷ് കുമാർ അജിമോൻ കണ്ടേ? സന്തോഷ് കുമാർ പറയുന്നത് പോലീസ് പിറ്റേ ദിവസം 2-ാം തീയതി അല്ല 2-ാം തീയതി 11 മണിക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം അദ്ദേഹം കൊടുത്ത മൊഴിയേ സാറേ, അദ്ദേഹം കൊടുത്ത മൊഴിയിൽ എന്താ പറയുന്നറിയോ? ഇങ്ങനെ ഒരു വണ്ടി കയറിയോ, വണ്ടി ഇടിച്ചതോ, വണ്ടി തലയിൽ കയറിയോ ഒന്നും അയാൾ പറയുന്നില്ല. അയാൾ ആകെപ്പാടെ പറയുന്നത് അവിടെ വന്നപ്പോൾ ഒരാള് തലയിൽ രക്തം ഒലിപ്പിച്ച് കിടക്കുന്നു. അതുകൊണ്ട് അവരെല്ലാം വായിച്ചിട്ടാണ് അവര് വന്നത്. അദ്ദേഹം പറഞ്ഞ വാസ്തവല്ല, അദ്ദേഹം പറഞ്ഞ വാസ്തവല്ല. മനസ്സിലായി? വണ്ടി ഇടിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ അന്ന് സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തെ CCTV വിഷയം ഒന്ന് കാണണം. അത് നിങ്ങളുടെ കയ്യിലില്ല. 2, പിന്നെ ഈ വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടോ? അന്ന് വന്ന ആദ്യം അതല്ലേ ഞങ്ങൾ ചോദിച്ചേ. ആദ്യം CCTV ഉണ്ടോ? സാർ എന്താ പറഞ്ഞേ? അത് ഞങ്ങൾ പോലീസിന് കൊടുത്തോളാം, നിങ്ങൾ വരുത്തുന്നത് സാറല്ലേ പറഞ്ഞ അടുത്ത്. സാറ് തരാഞ്ഞിട്ടാണ് ഞങ്ങൾ വിവരാവശ്യം കൊടുത്തത്. എന്തിനാ അപേക്ഷ തരണം സാറേ? ഞങ്ങൾ നേരിട്ട് സാറ് കാണിയില്ല, അവരെ കാണിച്ചപ്പോ ഞങ്ങൾ കാണിക്കണം, അവരെ കാണിക്കണം. കണ്ടോ, ഇതാണ് ഈ സാറിന്റെ കുഴപ്പം. ഞാൻ പറഞ്ഞില്ലേ, തട്ടാൻ മുട്ടേ പറയത്തുള്ളൂ. പോലീസിനല്ല സാറേ, അവർക്ക് കാണാൻ കഴിയുമോ? ഈ സംഭവം നടന്ന സ്ഥലത്ത് 3 CCTV ഞങ്ങൾ കണ്ടു. അതിന്റെ 3 CCTV ഒരുമിച്ച് കേടായോന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 3 CCTV ഇൻസിഡന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒറ്റ CCTV ഉണ്ട്. അത് കേടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഈ 2-3 ആഴ്ചയായി കേടായി കിടന്നിട്ടും ഇതുവരെ അതിനുള്ള ശരിയാക്കിയിട്ടില്ല. അതിന് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആള് വന്ന് അത് ശരിയാക്കും. അന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 ഒരു ലൈനല്ലേ സാറേ?
ഈ 3 ക്യാമറയും പോയത് ഒരു ലൈനാ, എല്ലാം ഒരു line ആണ്. ഒരു ലൈനാ. അപ്പൊ ഒരു ക്യാമറ മാത്രമായിട്ട് അങ്ങനെ അവിടെ നിന്ന് വിഷ്വൽ എടുത്താലും ഇവിടുത്തെ യൂസ് കോണ്ടാക്ട് ആവുന്നത് നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് സാധ്യത. ഈ CCTV വർക്കിംഗ് ആയിരിക്കും, പക്ഷെ അതിന്റെ വിഷ്വൽസ് ഇവിടെ സേവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു യൂസ് കോണ്ടാക്ട് കൂടെ ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സംഭവം. സത്യസന്ധമായിട്ട് പറയുക, ഇത് ഒരു ഇതിനും വന്നില്ല. ആ പത്രക്കാരന് ഒരു പത്രത്തിനും വന്നില്ല സാർ. ഏതെങ്കിലും പത്രം കാണിച്ചു? 10:45 നമുക്കിപ്പം KSRTC ചെയ്യാൻ പറ്റുന്ന പോലീസിനെ അറിയിക്കാൻ അതാണ് സാറേ പറഞ്ഞത്. ഈ വിവരങ്ങളെ സാറേ ഹൈഡ് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. ഞങ്ങളുടെ അച്ഛനാണ് 1-ാം തീയതി രാത്രി ഇവിടെ ആക്സിഡന്റിൽ മരണപ്പെട്ടത്. എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നിവിടെ അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് വന്നപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ സാറന്മാർക്കൊന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞു. ഡിപ്പോയിൽ വ്യക്തമല്ല, അവർ കാണിച്ചു തന്ന CCTV-യിൽ നമുക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ വന്നപ്പോ വിവരാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു CCTV കാണിച്ചു, അതിലും വ്യക്തമല്ല. എന്താണ് നടന്നതെന്നുള്ള സത്യാവസ്ഥ നമുക്ക് 3 പേർക്കും നമ്മുടെ അമ്മയ്ക്കും അറിയാം. 6 മാസമായിട്ട് ഇവിടെ ജോലിക്ക് നിൽക്കുകയാണ്. നമ്മളെ എന്നും വിളിക്കുമായിരുന്നു. ഇപ്പൊ ഓണത്തിന് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. കർക്കിടക വാവിന് വന്നായിരുന്നു വീട്ടില്. വന്നിട്ടാണ് ഇങ്ങ് വന്നത്. എന്നിട്ട് ഓണത്തിന് വരും എന്ന് പറഞ്ഞായിരുന്നു. ഓഗസ്റ്റ് 19-ാം തീയതി വിളിച്ച്. അന്നാണ് ഇങ്ങനെ ഓണത്തിന് വരാ എന്ന് പറഞ്ഞിരുന്നു. ഇല്ല ഇല്ല ആത്മഹത്യ ചെയ്യണ കാര്യമൊക്കെ അവര് പറഞ്ഞു. പക്ഷെ അതൊക്കെ അച്ഛന് ഭയങ്കര പേടിയാണ്. ആത്മഹത്യ ചെയ്യാനില്ല. എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്നുള്ള അറിയണം. അത് ഇവിടുന്ന് CCTV അവർക്ക് ശരിയായിട്ട് ഇതായിട്ടില്ലെന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അതില് വ്യക്തമല്ല, ക്ലിയർ അല്ല. എന്താണെന്ന് അറിയത്തില്ല.